യൂട്യൂബിലൊരു വ്ളോഗിങ് വീഡിയോ ചെയ്യണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂരിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി. കാന്തല്ലൂർ പഞ്ചായത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ ആദ്യം കിട്ടുന്ന വ്യൂ പോയിൻ്റാണ് ആനക്കൊട്ടപ്പാറ വ്യൂ പോയിൻ്റ്. അവിടെ നിന്ന് KSRTCയുടെ ഒരു എൻട്രി ക്യാമറയിൽ പകർത്താൻ സാധിച്ചു. മറയൂർ കാന്തല്ലൂർ വരുന്ന സന്ദർശകരുടെ പ്രധാന സന്ദർശന സ്ഥലമാണ് അവിടുത്തെ ശർക്കര ഫാക്ടറികൾ. ശർക്കര ഉണ്ടാക്കുന്നത് കാണാനും ആവശ്യക്കാർക്ക് വാങ്ങാനുമുള്ള സൗകര്യം ഇവിടെയുണ്ട്. കാന്തല്ലൂരിനെ പോലെ തന്നെ അവിടേക്ക് പോകുന്ന വഴികളും മനോഹരമാണ്. വട്ടവട പോലെ തന്നെ സ്റ്റെപ്പ് ഫാമിങ്ങിന് ഏറെ പ്രസിദ്ധമാണ് കാന്തല്ലൂർ. കാന്തല്ലൂരിൽ വെളുത്തുള്ളി കൃഷിയുടെ സീസൺ ടൈമാണിപ്പോൾ. കർഷകരെല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പിലും. കാന്തല്ലൂർ ഇപ്പം മെയിൻ കൃഷി എന്താ? മെയിൻ കൃഷി ഇവിടെ പഴങ്ങളുണ്ട്. ആപ്പിളുണ്ട്, സ്ട്രോബെറി ഉണ്ട്, പ്ലംസ് ഉണ്ട്. എല്ലാ കൃഷി വരുന്ന സ്ഥലമാണ് കാന്തല്ലൂർ. എല്ലാ കൃഷി മൊത്തത്തിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ എല്ലാ കൃഷി മൊത്തത്തിൽ വരുന്ന ഒരു പഞ്ചായത്ത് കാന്തല്ലൂർ പഞ്ചായത്ത്. സ്ട്രോബെറി സീസണാണ്. കഴിഞ്ഞല്ലേ? സീസൺ കഴിഞ്ഞു. ഇപ്പോൾ കടച്ചാണത്. ഇപ്പോൾ എടുത്ത് പിന്നെ ഈ മാസം കൂടെ തീരും. 400 രൂപ 450 പല വില കൊടുക്കുന്നുണ്ട്. കാന്തല്ലൂരില്ല എല്ലാ കൃഷിയും ഉൽപ്പാദിക്കുന്ന സ്ഥലം കാന്തല്ലൂർ പഞ്ചായത്താണ്. എല്ലാ കൃഷി മൊത്തത്തിൽ ആപ്പിൾ തൊട്ട് തെങ്ങ് വരെ കാന്തല്ലൂർ പഞ്ചായത്താണ്. നല്ല കാലാവസ്ഥ വരുന്നത് ഏത് മാസത്തിലായിരുന്നത്? ഇവിടെ കാലാവസ്ഥ മാറി മാറി വരും. ഇപ്പൊ ചൂടാണ്. ഇപ്പൊ ചൂട് വരികയാണ്. ഇനി ആഗസ്റ്റ് സെപ്റ്റംബർ മാസം കഴിഞ്ഞാൽ തണുപ്പ് കാലാവസ്ഥ ഉണ്ടാവും. ഒരു 3 മാസം കൂടി. സെപ്റ്റംബർ നവംബർ മാസം വരെ അങ്ങനെ തണുപ്പ് കാണും. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 3 പിന്നെ ചൂടാവും. പിന്നെ ചൂടുണ്ടാവും. മാറി മാറി വന്ന കാലാവസ്ഥയാണ്. ഇപ്പൊ ചൂട് കാലാവസ്ഥയാണ്. വട്ടവട വരുന്നത് ഈ ഭാഗമാണ്. ഈ ഭാഗമാണ്. നേരത്തെ റോഡുണ്ടായിരുന്നു. ഇപ്പൊ റോഡ് ഇപ്പൊ കട്ട റോഡാണ്. ടൂർക്കാർ വിടില്ല. പിന്നെ ഗ്രാമവാസികളൊക്കെ മിക്കവാറും അവിടെ അങ്ങോട്ട് പോകില്ല. ടൂർക്കാർ വിടില്ല. അതേ മൊത്തം അവർക്ക് ചീത്തയാകും. ഈ കുടിവെള്ളങ്ങൾ അവരൊക്കെ ചീത്തയാകും. അതുകൊണ്ട് അത് നല്ല കാര്യമാണ്. ഈ ഭാഗമാണ് വട്ടവട. ഈ ഭാഗം 3-4 ആ സൈഡല്ലേ? അഞ്ചീനാട് എന്ന് പറയുന്നത് ഞങ്ങൾ 5 ഗ്രാമമാണ്. ഇതൊന്ന് കീഴാന്തൂർ, കാന്തല്ലൂർ, മറയൂർ, കാരയൂർ, പിന്നെ തമിഴ്നാട് കൊട്ടകുടി എന്ന ഭാഗമുണ്ട്. ഇതാണ് അഞ്ചിനാട് കേട്ടോ. തമിഴ്നാടിൻ്റെ എവിടെ ആയിട്ട് വരുന്നത്? അത് പോടി ഉണ്ടല്ലോ. ബോഡിൻ്റെ സൈഡ് കുറങ്ങണി അടുത്താണ്. കൊട്ടകുടിയാണ്. ഇത് 5 ഗ്രാമം. ഞങ്ങളാണ് അഞ്ചിനാട് പൂർവീകമാണ്. മോശമാണ്. ട്രക്ക് ചെയ്തിട്ട് വേണം താഴോട്ട് പോകാൻ. കല്ല് ഭാഗ്യ വഴികളൊക്കെ ഇറക്കണമല്ലോ.
രണ്ട് കൈ വരുന്നുണ്ടല്ലോ, താഴോട്ടായിരിക്കും. ഇവിടെ വൻ ജനാട്ടോ, അത്യാവശ്യം നല്ല ആളുകളുണ്ട്. ബാഡ് സ്മെല്ലും. എന്താ ഉത്സവ പറമ്പൊക്കെ വന്നാൽ വരുന്ന വഴിയെ ഓൾറെഡി ഇതുപോലെ കുത്തനെ കയറ്റവും കല്ലിട്ടതും ട്രക്ക് ചെയ്തിട്ട് വേണം പോകാൻ. പിന്നെ ഇവിടെ വരുന്നവന്മാർ ഓരോരുത്തരും അപ്പിയിട്ട് വെച്ചിട്ട് പോയിട്ട് ഈ വഴിയിൽ തന്നെ ഇതൊക്കെ കണ്ടിട്ട് വേണം അങ്ങോട്ട് വാട്ടർഫാൾസ് വന്നിട്ട് കുളിക്കുന്നവരൊക്കെ കുളിക്കാനൊക്കെ. അവിടെ ഓൾറെഡി ടോയ്ലറ്റൊക്കെ ഉണ്ട്. എന്നിട്ടും എന്മാരൊക്കെ എന്ത് കഷ്ടം. തീരെ മാനേഴ്സ് ഇല്ലാത്ത ടീംസാണ് കൊണ്ട് വരുന്നത്. ഇങ്ങോട്ട് കയറി ഇറങ്ങി വരാൻ തന്നെ ഒത്തിരി പാടാം. എന്നിട്ട് അത്ര കഷ്ടപ്പെട്ട് കാര്യം സാധിക്കാണ്ട് വല്ല കാട്ടിലും പോയിട്ട് സാധിക്കും. ഇത് ഇറങ്ങി ചെല്ലുന്ന വഴിയിൽ തന്നെ എത്ര എണ്ണം അറിയോ തീർച്ചയായിട്ടും. അച്ഛനെ കാണുന്നുണ്ടാവും കേട്ടോ. അച്ഛപ്പോ എവിടെ ഉള്ളത്? എവിടെ ഉള്ളത്? കാന്തല്ലൂരാ? നമ്മൾ വ്ലോഗ് ചെയ്യാം. അച്ചു അച്ചു അച്ചുവാ, എവിടെ അച്ചു? നമ്മളെവിടെ? ഞാനും അച്ചു അല്ലേ അച്ചു? നമ്മളെവിടെ പോകുന്ന അച്ചു? അച്ചു എവിടെ പോകുന്നേ പറ. ക്യാമറ നോക്കി പറ. അച്ചു എവിടെ പോകുന്നേ? ഇங்கே ഇതെന്നാ അച്ചു? സ്ട്രോബെറി തോട്ടമാ? അച്ചു എനിക്ക് ഓരോന്ന് കാണിച്ചു തരണേ. അച്ചു ഫോൺ എടുക്കട്ടെ. അച്ചു നടക്ക് നടക്ക്. ഞാൻ അച്ഛന് പിന്നാടി വരാം കേട്ടോ. ഏതുമോ? സ്ഥിരം കസ്റ്റമർ അല്ലേ? കാന്തല്ലൂര് സ്ട്രോബെറി ഫാമാണ്. ശരിക്കും സീസൺ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും.
തിരിച്ചു പോകുന്ന വഴിക്ക് ദേശത്തൻ എക്കോ വാലി എന്ന ഒരു ഭംഗിയുള്ള റിസോർട്ടും കണ്ടു. അതിൻ്റെ കാഴ്ചകളും പകർത്തി തിരിച്ച് യാത്രയായി. ഹൈ റേഞ്ചിൽ ചെന്നാൽ കാണുന്ന സ്ഥിരം കാഴ്ചയാണ് തടി ലോഡ് ചെയ്യുന്നത്. ആദ്യമായി വീഡിയോ ചെയ്യുന്നതിൻ്റെ പോരായ്മകളെല്ലാം നികത്തി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.